വിശുദ്ധ ലൂക്കയുടെ 16 അധ്യായത്തിൽ ധനവാനും ലാസറും എന്നൊരു കഥയുണ്ട്. ഈ കഥ നമ്മൾ അതിനെ പറ്റി ഓർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടന്നാലോ? ഒരിടത്ത് ഒരു ധനവാൻ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ, ഇഷ്ടം പോലെ ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ധനവാന്റെ പടിവാതിൽക്കലിൽ 2 പേരുള്ള പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. വർണ്ണങ്ങളായിരുന്നു. ആ വർണ്ണങ്ങളിൽ വന്ന നായികൾ നക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് കിട്ടാൻ വേണ്ടി കൊതിയോടെ നോക്കിയിരിക്കും. കുറച്ചു നാൾക്ക് ലാസ് മരിച്ചുപോയി. ലാസിന് മലകന്മാര് വന്ന് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ധനവാനും മരിച്ചു. ധനവാനെ എങ്ങോട്ടോ കൊണ്ടുപോയെന്നറിയുവോ? നരകത്തിലേക്ക്. അവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ധനവാൻ തലയുയർത്തി നോക്കി. അങ്ങ് ദൂരെ അബ്രാഹത്തിന് മടിയിൽ കിടക്കുന്ന നമ്മുടെ ലാസ്. ഉടനെ ധനവാൻ വിളിച്ചു പറഞ്ഞു, പിതാവേ അബ്രാഹമേ, എന്നിൽ കഴിയണമേ, എനിക്കൊരു തുള്ളി വെള്ളം തരാൻ ലാസിനെ ഒന്നിങ്ങോട്ടയക്കാമോ? അബ്രാഹം പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ ലാസിന് കഷ്ടത മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ നടുവിൽ വലിയൊരു കറുത്തുണ്ട്. പിന്നെ എങ്ങനെ വരാനാ? ധനവാൻ ഉടനെ വിളിച്ചു പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്റെ വീട്ടിലേക്ക് നയിക്കുമ്പോ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെങ്കിലും ഈ നരകത്തിൽ വരാതെ രക്ഷപ്പെടുത്തേ. മരിച്ചവരിൽ നിന്ന് ഒരു അക്ഷരം പറഞ്ഞ് അവർ നല്ലതായി ജീവിക്കും. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശം പ്രഗതന്മാരുമുണ്ട്. അവർ പറയുന്ന അനുസരിക്കട്ടെ. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്കും ലാസിനെ പോലെ സത്യത്തിലേക്ക് പോണ്ടേ. അന്നെന്ത് ചെയ്യണം? മറ്റുള്ളവരായി പങ്കുവയ്ക്കണം. പിന്നെ സ്നേഹത്തോടെ പെരുമാറണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കും സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ.